ലെഫ്റ്റിലേക്ക് മാക്സിമം തട്ടി മുന്നോട്ട് തള്ളുമ്പോൾ വീഴുന്നത് റിവേഴ്സ്. റിവേഴ്സിൻ്റെ സെക്ഷനിൽ വീഴുമ്പോൾ തന്നെ ഒരു എയർ പോകുന്ന സൗണ്ട് കേൾക്കാം. അതുപോലെ മാക്സിമം ലെഫ്റ്റിലേക്ക് പിടിച്ച് പിന്നിലേക്ക് വലിക്കുമ്പോൾ വീഴുന്നതാണ് സി. സിയിൽ നിന്ന് നേരെ ന്യൂട്രൽ വരിക. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇടത്തേക്ക് പിടിച്ച് മുന്നിലേക്ക് ഇടുന്നത് ഫസ്റ്റ്. ഒരുപാടങ്ങ് ഇടത്തേക്ക് പിടിക്കരുത്, റിവേഴ്സിലോട്ട് പോകും. ഫസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിന്നിലേക്ക് സെക്കൻഡ്. സെക്കൻഡിൽ നിന്ന് നേരെ ന്യൂട്രൽ ആക്കുക. ജസ്റ്റ് ലിവർ ഒന്ന് ഫ്രീ ആക്കുക. എന്നിട്ട് നേരെ മുന്നിലേക്ക് തള്ളുന്നത് തേർഡ്. അവിടെ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നത് ഫോർത്ത്. അവിടെ നിന്ന് ന്യൂട്രലിലേക്ക് വരിക. വലതുവശത്തേക്ക് ഒരു തട്ട് കൊടുക്കുക. അതായത് ഡ്രൈവറിൻ്റെ തുടയുടെ ഭാഗത്തേക്ക് ഒരു തട്ട് കൊടുക്കുക. അപ്പോൾ ഒരു എയർ പോകുന്ന സൗണ്ട് കേൾക്കും. അടുത്ത സെക്ഷനിൽ വീഴും. അടുത്ത സെക്ഷനിൽ വീണാൽ മാത്രമേ അഞ്ചാമത്തെ ഗിയർ വീഴത്തുള്ളൂ. നേരെ മുന്നിലേക്ക് 5. 5ൻ്റെ ഓപ്പോസിറ്റ് പിന്നിലേക്ക് 6. അത് കഴിഞ്ഞ് ന്യൂട്രൽ വന്നിട്ട് വലത് സൈഡ് മാക്സിമം ചേർത്ത് മുന്നിലേക്ക് 7, പിന്നിലേക്ക് 8. അറിയാവുന്നവർക്ക് ഈസി, അറിയാൻ പാടില്ലാത്തവർക്ക് പാട്, അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഡ്രൈവിങ്ങിൽ കുലംകുത്തി വാഴുന്നു എന്ന് അവകാശപ്പെടുന്ന ഭയങ്കരമായ ആളുകൾക്കുള്ളതല്ല. പുതുതായി വണ്ടിയിൽ വരാൻ പോകുന്നവർക്കും വണ്ടിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. വണ്ടിയുടെ എയർ 8-ലെത്തിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.